ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവികയുടെ സാമീപ്യം കൊണ്ട് തന്നെ നന്ദൻ്റെ പനിയിൽ നല്ല കുറവുണ്ടാകുന്നുണ്ട്. നന്ദനാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ദേവികയോട് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല ഇപ്പോൾ പ്രധാനമെന്നും നന്ദു ആരോഗ്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് വിശ്രമിക്കണം, നന്ദുവിനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ തൻ്റെ മുന്നിലുള്ളൂ എന്നും ദേവിക പറയുന്നുണ്ട്. പിന്നീട് ഗിരീഷാണെങ്കിൽ നന്ദൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ദേവികയെ താൻ കുറേയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അവളോടൊത്തുള്ള കൂടിച്ചേരലിന് ഈ വീട് മുൻപും സാക്ഷിയായിട്ടുണ്ടെന്നും ഒരു ക്രിസ്മസ് രാത്രിയാണ് ദേവികയെ തനിക്ക് തിരിച്ചു കിട്ടിയതെന്നും തുടർന്ന് ദേവികയെ താൻ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും വഞ്ചിച്ചിട്ടില്ല എന്നും അവൾ മാത്രമേ എന്നും തൻ്റെ മനസ്സിലുള്ളൂ എന്നും നന്ദൻ തുറന്നു പറയുന്നുണ്ട്. ഏതായാലും നന്ദൻ്റെ തുറന്നു പറച്ചിലെല്ലാം ദേവിക കേൾക്കാനായിട്ട് ഇടയാകുന്നു. പിന്നീട് വീണ്ടും നന്ദൻ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ ദേവിക ചെയ്യുന്നത്. ഇതേ സമയം ഋഷിയാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്നു. മോനൊന്നും കൊണ്ടും വിഷമിക്കരുത്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളാം, കുറച്ച് കഴിഞ്ഞാൽ അമ്മയും ദുബായിലേക്ക് വരാം, നിനക്കൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്, നമുക്ക് ഇനിയുള്ള കാലം അവിടെ തന്നെ സെറ്റിലാകാം എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ ഇനിയെല്ലാം അമ്മയുടെ ഇഷ്ടം, ഞാൻ ഒന്നിനും എതിര് പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഋഷി. അമ്മ ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യമായിട്ട് കഴിക്കണമെന്ന് ഋഷി പറയുമ്പോൾ എൻ്റെ പൊന്നു മോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, ഇനിയെല്ലാം അമ്മ കൃത്യമായിട്ട് ചെയ്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ അരുന്ധതി. എന്തായാലും തൽക്കാലത്തേക്കാണെങ്കിലും ആ പിരിയുന്നതിൻ്റെ ഒരു വേദന രണ്ടു പേർക്കുണ്ട്. തുടർന്ന് ഞാൻ ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ടെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കുമെന്നും അരുന്ധതി പറയുന്നുണ്ട് കേട്ടോ ഋഷിയോട്. അങ്ങനെ അരുന്ധതിയോട് യാത്ര പറഞ്ഞ് ഋഷി പോകുന്നുണ്ട്. അപ്പോൾ ഋഷി പോകുന്നതെല്ലാം വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അരുന്ധതി. ഇതേ സമയം ഗിരീഷാണെങ്കിൽ നന്ദനെ നോക്കുന്നതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന രീതിയിൽ കുറച്ച് കാശെടുത്ത് എസ്തപ്പാന് കൊടുക്കുന്നുണ്ടെങ്കിലും ഗിരീഷിനോടെ ചൂടാവാണ് കേട്ടോ എസ്തപ്പാൻ ചെയ്യുന്നത്. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം മതി എന്നും എസ്തപ്പാൻ പറയുന്നു. അവരിങ്ങനെ മുറ്റത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം ആ ഭിക്ഷക്കാരൻ എന്ന് തോന്നിക്കുന്ന ഭ്രാന്തനായിട്ടുള്ള ഒരു വ്യക്തി കാണുന്നുണ്ട്. അങ്ങനെ എസ്തപ്പാനോടും ഏലിയാമ്മച്ചേട്ടത്തിയോടും യാത്ര പറഞ്ഞ് ഗിരീഷും ദേവികയും പോകുന്നു. അതെല്ലാം ആ ദുരൂഹ വ്യക്തി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് CP ആണെങ്കിൽ ഋഷിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം അരുന്ധതിയെ വിളിച്ചിട്ട് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നു എന്നും ഋഷിമോൻ ദുബായിലേക്ക് പോയി എന്നെല്ലാം പറയുമ്പോൾ CP ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അവൻ്റെ മനസ്സ് അവസാന നിമിഷവും മാറുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഇനിയെല്ലാം പഴയതുപോലെ ആകുമല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ മാഡം വിഷമിക്കാതിരിക്കുക, ദുബായിൽ ചെന്ന് പുതിയൊരു ലൈഫൊക്കെ ആകുമ്പോൾ ഋഷിമോൻ എല്ലാം മറക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ CP. പിന്നീട് ദേവികയെ എലിയാമ്മച്ചേട്ടത്തി വിളിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ നടന്ന ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം അറിയിക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറേ ഗുണ്ടകൾ വന്ന് എസ്തപ്പാനെ അടിച്ച് അവശനാക്കിയെന്നും നന്ദൻ മോനെ അവരെ കൊണ്ടുപോയി എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് എങ്ങനെ ഇത് സംഭവിച്ചത്, എന്താ ഉണ്ടായതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ ദേവിക. ഇതേ സമയം ശാരികയാണെങ്കിലും ഞെട്ടി എഴുന്നേർന്നുകൊണ്ട് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്താ ചേച്ചി, എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ ചേട്ടനെ ചിലർ ചേർന്ന് ഉപദ്രവിച്ചു എന്നും നന്ദുവിനെ അവർ കൊണ്ടുപോയി എന്നും പറയുമ്പോൾ അതിന് നന്ദേട്ടൻ അവിടെയുള്ള കാര്യം നമ്മൾ കുറച്ച് പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ എന്നെല്ലാം ശാരി പറയുമ്പോൾ ഒന്നും അറിയില്ല മോളെ എന്ന് പറയുന്നുണ്ട് ദേവിക. ഉടനെ അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക മുരളിയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണമെന്ന് മാത്രമാണ് കേട്ടോ ദേവിക പറയുന്നത്. അങ്ങനെ ദേവികയും മുരളിയും എസ്തപ്പാൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളയുന്നതാണ്. എസ്തപ്പാനാണെങ്കിൽ തലയ്ക്കും ശരീരത്തിനൊക്കെ വലിയ രീതിയിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ഏലിയാമ്മ ചേട്ടത്തിക്ക് അത് സാരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. മക്കളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അലറി നിലവിളിക്കുമ്പോൾ എന്താ ഉണ്ടായതെന്ന് പറയാൻ മുരളി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് കുറേ ആളുകൾ വന്നിരുന്നു എന്നും അവർ എസ്തപ്പാനെ കഥകളെല്ലാം തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറിയെന്നും എസ്തപ്പാനെ എന്നെയൊക്കെ അവർ നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചു എന്നും നന്ദൻ മോനെയും കൊണ്ട് അവർ കടന്നു കളഞ്ഞു എന്നെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ഏലിയാമ്മച്ചേട്ടത്തി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവരെ അറിയിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുരളിയാണെങ്കിൽ ആരോ നമ്മുടെ പുറകെ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്ര സുരക്ഷിതമായിട്ട് നമ്മൾ നന്ദനെ താമസിച്ച സ്ഥലത്ത് നിന്നും കടത്തിക്കൊണ്ടത് പോയത് ആരായിരിക്കും എന്നെല്ലാം മുരളി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ദേവികയോട്. ഏതായാലും ഭിക്ഷക്കാരൻ എന്ന് തോന്നിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ഇതിന് പിറകിൽ കളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അയാളെ ആരാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരാനിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഇസബെല്ലെ തന്നെയായിരിക്കാം.
അല്ലെങ്കിൽ ഇനി അരുന്ധതിയുടെ മറ്റൊരു ഗെയിമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയാനായിട്ട് കഴിയില്ല. ഏതായാലും എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളുകൾ ഉടനെ തന്നെ അഴിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഋഷി ദുബായിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എല്ലാം CPയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരിക്കണം പോയിരിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്